ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനം ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും അതിലേറെ ഹൃദയത്തിൻ്റെ ആനന്ദത്തോടും കൂടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാവിധ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാവർക്കും ആശംസിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഈശോയുടെ തിരുഹൃദയത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗം നമുക്ക് ശ്രദ്ധയോടെ ശ്രവിക്കാം. 19-ാമത്തെ അധ്യായം അതിൻ്റെ 33 മുതലുള്ള തിരുവചനങ്ങൾ. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്നു കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. അവൻ്റെ സാക്ഷ്യം സത്യമാണ്, ഇതൊരു കെട്ടുകഥയല്ലെന്ന്. ഇത് കണ്ടയാൾ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്ത് കണ്ടയാള്? പടയാളികൾ കുരിശിൽ മരിച്ചു കിടക്കുന്ന യേശുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുന്നതും അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നതും കണ്ടു നിന്നയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ സാക്ഷ്യമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയം ഒരുപാട് കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ മുഴുവനും ഈ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് ചേർത്ത് വെച്ചിട്ട് ധ്യാനിച്ചാൽ ഞാനും നിങ്ങളുമൊക്കെ മറ്റൊരു വ്യക്തിയായി രൂപപ്പെടും, മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടും. ഈ ലോകം തന്നെ മാറി മറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. എന്താണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ തിരുവചനത്തിൽ ഈശോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഈശോ അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ അരികിൽ വരുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ കൊടുത്ത ഒരു സാന്ത്വനത്തിൻ്റെ, ഒരു വലിയ പ്രതീക്ഷയുടെ, ഒരു വലിയ ആനന്ദത്തിൻ്റെ, ഒരു വലിയ പ്രത്യാശയുടെ വചനമാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അധ്വാന ഭാരം കൊണ്ട് നീറിപ്പുകയുന്ന, കഷ്ടപ്പെടുന്ന, ഞെരുങ്ങുന്ന ഒരു വ്യക്തിക്ക് ഈശോയുടെ ഹൃദയം അത് ശാന്തവും വിനീതവുമായതുകൊണ്ട് എന്താണ് നന്മയുള്ളത്, എന്താണ് മെച്ചമുള്ളത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്. ഈശോ പറഞ്ഞത് അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണെന്ന്. ഈ ശാന്തതയും വിനീത ഭാവവും ഒരു വ്യക്തിയുടെ ജീവിതത്തെ എപ്രകാരമാണ് ഈ ലോകത്തെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുക? അത് നമ്മുടെ ഒരു ധ്യാന വിഷയമാക്കിയാൽ ഒരുപക്ഷെ ലോകത്തിലേക്കൊന്നും പോകേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാൻ, നമ്മുടെ ജീവിതത്തിന് ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് ഈ ഒരു ശാന്തശീലവും വിനീതവുമായ ഈശോയുടെ ഹൃദയം നമുക്കൊന്ന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചാൽ, ഈ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം ഈശോയുടെ തിരുഹൃദയം പുറത്താണ് നമ്മൾ കാണുന്നത്. ഏതൊരു വ്യക്തിയുടെ ഹൃദയം അവൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലണം. വിശുദ്ധ അഗസ്ത്യൻ തൻ്റെ ജീവിതത്തിലൊരു കഥ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ തൻ്റെ പ്രബോധനത്തിന് ചേരുന്ന വിധത്തിൽ അഗസ്ത്യനൊരു കഥ രൂപപ്പെടുത്തിയതാകാം. ആ കഥ ഇപ്രകാരമാണ്: ഒരമ്മയും തൻ്റെ ഏകപുത്രനും, അപ്പച്ചൻ മരിച്ചുപോയി, ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളാണ്, സഹോദരങ്ങളൊന്നും വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്മയും മകനും വളരെ അഗാധമായ ഒരു ബന്ധം, ഒരു സ്നേഹം, ഒരു അമ്മ മകൻ ബന്ധം, അത് വളരെ സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ടുള്ള ബന്ധത്തിൽ അവരിങ്ങനെ പോവുകയാണ്. ഈ മകൻ വളർന്നു, കൗമാരപ്രായമൊക്കെ പിന്നിട്ട് അവൻ്റെ യൗവനത്തിലെത്തി. അവനൊരു പെൺകുട്ടിയെ പ്രണയിച്ചു. അവർ തമ്മിലുള്ള ബന്ധം ഇതുപോലെ തന്നെ വളരെ സുദൃഢമായി, പിരിയാനാവാത്ത പോലെ ഒരു ബന്ധത്തിലേക്ക് വന്നു. പക്ഷേ ഈ സൂത്രശാലിയായ ഈ പെൺകുട്ടി ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. ഈ തന്നെ സ്നേഹിക്കുന്ന ഈ ചെറുപ്പക്കാരന് തൻ്റെ അമ്മയോട് ഇതുപോലെ തന്നെ ഒരു സ്നേഹമുണ്ട്.
വേർപിരിയാനാവാത്ത വിധം ഒരു സ്നേഹമുണ്ട്. അപ്പോൾ അവൾ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഇവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ ഇവന് തൻ്റെ അമ്മയുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ എന്നെ അവൻ സ്നേഹിക്കുന്നത് രണ്ടാം തട്ടിലേക്ക് മാറിയേക്കാം. ഇന്നീ കാണുന്ന സ്നേഹമൊന്നും അവൻ എന്നോടുണ്ടാകണമെന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും ഈ അമ്മ ഒരു പ്രതിബന്ധമാകും. ഈ പെൺകുട്ടി ഈ ചെറുപ്പക്കാരനോടൊരു കാര്യം പറഞ്ഞു, ഞാൻ നിന്നെ കല്യാണം കഴിക്കാം, വിവാഹം കഴിക്കാൻ തയ്യാറാണ്, പക്ഷേ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം. എന്ത് ചെയ്തു കൊടുക്കാനും തയ്യാറാവുന്ന വിധത്തിൽ അത്രമാത്രം ഗാഢമായിരുന്നു അവൻ്റെ സ്നേഹം. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ആദ്യം നിൻ്റെ അമ്മയുടെ ഹൃദയം എടുത്ത് എനിക്ക് തരണം. എനിക്കൊരു സമ്മാനമായി നിൻ്റെ അമ്മയുടെ ഹൃദയം എനിക്ക് തന്നാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഈ പെൺകുട്ടിയോടുള്ള സ്നേഹം നിമിത്തം അവന് മറ്റൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഒരു സായാഹ്നത്തിൽ അമ്മ വീട്ടിൽ കാത്തിരിക്കുകയാണ് ചോറുണ്ണാനായിട്ട്, മകൻ്റെ വരവും കാത്ത്. സന്ധ്യ മയങ്ങുന്ന സമയത്ത്, എന്നും വരുന്നതിനേക്കാൾ സമയം കുറച്ചുകൂടെ വൈകി അവൻ വീട്ടിലെത്തുമ്പോൾ അമ്മ ആകുലതയോടെ നോക്കി നിൽക്കുകയാണ്. എന്താണ് ഇന്ന് എൻ്റെ കുഞ്ഞിന് പറ്റിയത്? ഒരിക്കലും ഇത്ര താമസിക്കാറില്ലല്ലോ. അമ്മ കാത്തുകാത്തിരുന്നു. അവൻ കടന്നു വന്നു, ഒന്നും മിണ്ടുന്നില്ല, നിശബ്ദത, എവിടെയും തളം കെട്ടി നിൽക്കുകയാണ്. അമ്മ ചോദിച്ചു, മോനെ നിനക്ക് എന്തു പറ്റി? നിൻ്റെ മുഖത്തൊരു മ്ലാനതയുണ്ടല്ലോ, എന്തു പറ്റി നിനക്ക്? നീ ഇന്ന് താമസിച്ചു വന്നു, പിന്നെ നിനക്ക് പഴയ ചിരിയില്ല, കളിയില്ല, തമാശയില്ല, വിശേഷം ചോദിക്കലില്ല, വിശേഷം പറയലില്ല, ഒന്നുമില്ലാത്ത നിൻ്റെ ഈ മൗനത്തിൻ്റെ അർത്ഥം എന്താണ്? അവൻ പറഞ്ഞു, അമ്മേ ഒന്നുമില്ല, എനിക്കൊരു തലവേദന പോലെ, ഒരു ക്ഷീണം, വേറെ ഒന്നുമില്ല, നമുക്ക് ചോറുണ്ടിട്ട് വേഗം കിടന്നുറങ്ങാം. അമ്മ അത് സത്യമാണെന്ന് വിചാരിച്ചു. അമ്മ ഈ കുഞ്ഞിന് വേഗം ചോറ് വിളമ്പിക്കൊടുത്തു. അവരൊരുമിച്ച് പ്രാർത്ഥിച്ച് വേഗം ചോറുണ്ട് കിടക്കാനായിട്ട് പോയി. അമ്മ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നു, എന്തു പറ്റി എൻ്റെ കുഞ്ഞിന്? അമ്മ ചിന്തിച്ച് തളർന്നു കിടന്നുറങ്ങി. ഈ ചെറുപ്പക്കാരൻ അമ്മയുടെ തൊട്ടടുത്ത് ഉറങ്ങാനാവാതെ കിടക്കുകയാണ്. അമ്മ നന്നായിട്ട് ഉറങ്ങിയെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. കയ്യിൽ കരുതിയിരുന്ന കടാര കയ്യിലെടുത്തു. മറ്റൊന്നും ചിന്തിക്കാൻ അവന് സാധിച്ചില്ല. അമ്മയുടെ ഹൃദയത്തിൻ്റെ അകഭിത്തിയിലേക്ക്, അമ്മയുടെ ഹൃദയത്തിൻ്റെ കവചത്തെ അവൻ കുത്തിമുറിച്ചു. ആ ഹൃദയം അവിടെ നിന്ന് അവൻ കൈകളിൽ കോരിയെടുത്തു. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, തൻ്റെ പ്രാണസഖിക്ക് ഇത് സമ്മാനമായി കൊണ്ടുകൊടുക്കണം. ചൂടുള്ള ഹൃദയം അവൾക്ക് കൊടുത്തിട്ട് അവളെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ഹൃദയം സ്വന്തമാക്കിയിട്ട് അവൻ ഓടുകയാണ് ഇരുട്ടിൻ്റെ മറപറ്റി. പോകുന്ന വഴിക്ക് അവനൊരു വേരിൽ തട്ടി താഴെ വീഴുകയാണ്. ഈ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഹൃദയം താഴെ വീണ് പൊട്ടിഞ്ഞുറുങ്ങിപ്പോയി. ആ ചിതറിക്കിടക്കുന്ന ഹൃദയത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, കുഞ്ഞെ, നിനക്കെന്തെങ്കിലും പറ്റിയോ? കാല് വേരിൽ തട്ടി വീണ മകനോട് ഈ തകർന്നു കിടക്കുന്ന ഹൃദയത്തിൽ നിന്നൊരു രോദനമുയർന്നു, മോനെ, നിനക്കെന്തെങ്കിലും പറ്റിയോ? പ്രിയപ്പെട്ടവരെ, ഈ തിരുഹൃദയ തിരുനാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഈ ദിനത്തിൻ്റെ തിരുനാളിൻ്റെ ആഘോഷത്തിൽ നാം പങ്കുചേരുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കഥയാണിത്. പൊട്ടിനുറുങ്ങുന്ന ഹൃദയത്തിൽ കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ മുറിവേറ്റവന് സൗഖ്യം കൊടുക്കാൻ തക്കവിധം ആ മുറിവിൽ നിന്നൊഴുകിയിറങ്ങിയ ചോരയും തിരുരക്തവും കുത്തി മുറിവേൽപ്പിച്ചവനെ സൗഖ്യപ്പെടുത്തി കടന്നു പോകുമ്പോൾ ഇന്ന് എന്നെയും നിന്നെയുമൊക്കെ മാടി വിളിക്കുന്നുണ്ട്. ആ മുറിവേറ്റ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചുടുചോരയ്ക്കും ചുടുരക്തത്തിനും ഇന്നും ജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവനില്ലാത്ത ജീവിതത്തിലേക്ക്, മുരടിച്ചു നിൽക്കുന്ന ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അതിന് ജീവൻ പകരാൻ, ശക്തി പകരാൻ, ബലം നൽകാൻ ഇന്നും കഴിവുള്ള ജീവൻ്റെ രക്തമാണ് യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയത്. അത് നൂറ്റാണ്ടുകൾ കൊണ്ട് ഉണങ്ങി മരവിച്ചു പോകുന്നില്ല. ഇന്നും തുടിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിലേക്കും തിരുജലത്തിലേക്കും
മുറിവേറ്റിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഈശോയെ, നിന്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുരക്തവും തിരുജലവും എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ദൈവം ഉത്തരം തരാതിരിക്കുമോ? രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് നിന്റെ രോഗത്തിലേക്ക്, നിന്റെ വേദനയിലേക്ക്, നിന്റെ ഞുറുങ്ങുന്ന അനുഭവത്തിലേക്ക് ഈശോയെ, നിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ തിരുച്ചോരയും തിരുരക്തവും എനിക്ക് സൗഖ്യത്തിന് കാരണമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ദൈവം ഉത്തരം തരാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ അന്ധകാരത്തിലൂടെ തപ്പി നടക്കുമ്പോൾ നിന്നെ ഓർത്ത് നിന്റെ മുമ്പിൽ കുഞ്ഞെ നിനക്കെന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു തകർന്ന ഹൃദയമുണ്ടെന്ന് കുഞ്ഞെ നീ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ശാന്തനും വിനീതനുമായ ആ ഹൃദയത്തെ ഒന്ന് നോക്കാൻ നമുക്ക് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലൊരു മാറ്റമുണ്ടാകും. എത്ര കടും ചുമപ്പാവട്ടെ, എത്ര ഘോരമായ പാവമാവട്ടെ നമ്മെ വരിഞ്ഞു മുറുക്കുന്നെങ്കിലും ആ ഹൃദയത്തിൻ്റെ അരികിലേക്കൊന്ന് കടന്നു ചെന്നിട്ട് ഒന്ന് ചേർന്ന് നിൽക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് തുടിക്കുന്ന ജീവൻ്റെ രക്തം നമ്മിലേക്ക് ഒഴുകി നാം ശുദ്ധി ചെയ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ ശുദ്ധീകരണത്തിൻ്റെ ദിനമാണ്. ഇന്ന് വിശുദ്ധീകരിക്കപ്പെടുന്ന ദിനമാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ദിനമാണ്. ആ തിരുഹൃദയത്തെ ഒന്ന് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ആ തിരുഹൃദയത്തിലേക്കൊന്ന് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. ഒരു പക്ഷേ നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ കാതലെന്ന് പറയുന്നത് ആ തിരുഹൃദയമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം മറക്കാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കുന്നത് ആ ഹൃദയത്തിലേക്ക് നോക്കുമ്പോഴാണ്. ആ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വേറൊരു മാറ്റവും കൂടെ സംഭവിക്കണം. പ്രിയപ്പെട്ടവരെ, കഠിന ഹൃദയം, ചിലരൊക്കെ പറയില്ലേ, എൻ്റെ അപ്പനൊരു കഠിന ഹൃദയനാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ഒരു മയമില്ലാത്ത വ്യക്തിയാണ്. ചിലപ്പോൾ ഒക്കെ നമ്മൾ അങ്ങനെ പറയുന്ന ചില കമൻറ്റുകൾ കേട്ടിട്ടുണ്ടല്ലോ. ഏത് കടുത്ത ഹൃദയത്തെയും മയപ്പെടുത്താൻ കഴിയുന്ന, ഏത് ദാഷ്ട്യഭാവങ്ങളെയും നിശബ്ദമാക്കാൻ കഴിയുന്ന ഒരു ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒട്ടനവധി കുറ്റാരോപണങ്ങൾ അവനെതിരെ പല ഭാഗത്തു നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. പീലാത്തോസ് ചോദിച്ചില്ലേ, ഈ പറയുന്നതിനൊന്നും നിനക്ക് മറുപടി പറയാനില്ലേ? നീ എന്താ നിശബ്ദനായിരിക്കുന്നത്? ഈശോ ശാന്തനായി നിന്നു എന്നാണ് വചനം പറയുക. ഈ ശാന്തതയുടെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? അതാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ട ഞാൻ ശാന്തഹൃദയനും വിനീതനുമാണ് എന്ന വചനം. ഈശോയുടെ ഹൃദയം ശാന്തമാണ്. ലോകം മുഴുവനും പ്രക്ഷുബ്ധമാകുമ്പോഴും എല്ലാവരും അവിടത്തേക്കെതിരെ ഇളകി മറിയുമ്പോഴും ആ ഹൃദയം ശാന്തമാണ്. കാരണം സമാധാനത്തിൻ്റെ രാജാവാണ് അവിടുന്ന്. ഹൃദയത്തിൽ ശാന്തത കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് ആരെല്ലാം എന്തെല്ലാം നമുക്കെതിരെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോഴും ശാന്തത കൈവിടാൻ നമുക്ക് സാധിക്കില്ല. ആ ശാന്തതയിൽ നമ്മുടെ ജീവിതത്തെ നയിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഹൃദയത്തിൽ ശാന്തത നിറയുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ശാന്തത നിറയണമെങ്കിൽ ശാന്തഹൃദയനെ സ്വന്തമാക്കണം. ശാന്തഹൃദയൻ്റെ ഹൃദയത്തെ സ്വന്തമാക്കാത്ത ഒരു വ്യക്തിക്ക് ഹൃദയത്തിൻ്റെ ശാന്തത ആ ശാന്തതയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്കൊക്കെ ലോകത്തിൻ്റെ പല കാര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്ന, ആകുലപ്പെടുന്ന, പെട്ടെന്ന് നമ്മെ ഉലയ്ക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും നമുക്ക് ശാന്തമാകാനായിട്ട് സാധിക്കുന്നില്ല. കുടുംബത്തിലെയൊക്കെ വലിയ പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? ശാന്തമാകാൻ പറ്റുന്നില്ല. പലരും പല സ്വഭാവക്കാരാണല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരുമില്ല ഒരേപോലെയുള്ളവർ. ഒരപ്പൻ്റെയും ഒരമ്മയുടെയും മക്കളും 6 പേരുണ്ടെങ്കിൽ 6 സ്വഭാവക്കാരാണ്. ഇനി അവർ 2 പേര് ഇരട്ടകളുണ്ടെന്ന് വിചാരിച്ചോ, ഒരേ സമയം അമ്മയുടെ ഉദരത്തിൽ ഒരുമിച്ച് കിടന്നവരാണ്. പക്ഷേ അവർക്കും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ലോകത്തിൽ ഒരുപോലെയുള്ള ആരുമില്ല. നമ്മളൊക്കെ വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്ത സ്വഭാവക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ഈ അസ്വസ്ഥതകളിലും ശാന്തത കൈവെടിയാതെ നമ്മുടെ റോള് നമുക്ക് അഭിനയിക്കണമെങ്കിൽ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥ, അപ്പനെന്ന അവസ്ഥ, അമ്മയെന്ന അവസ്ഥ, മക്കളെന്ന അവസ്ഥ, നാം ആരായിരിക്കുന്നുവോ ആ അവസ്ഥയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു വിലയുണ്ട്, ഒരു നിലയുണ്ട്. ആ വിലയ്ക്കും നിലയ്ക്കുമൊക്കെ ഒത്ത് ജീവിതത്തെ നയിക്കണമെങ്കിൽ ഹൃദയത്തിൽ ശാന്തത ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശാന്തത നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ന് നാം ഈ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോയുടെ
തിരുഹൃദയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലേക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ ക്രൈസ്തവ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ ഈശോയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനായിരിക്കുന്ന കുടുംബത്തിൽ ഈശോയുടെ ഒരു തിരുഹൃദയം ഉണ്ടാകേണ്ടതാണ്. അതുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയം എവിടെയുണ്ടോ ആ തിരുഹൃദയത്തെ ഈശോ ആശീർവദിക്കുക. ആ ഹൃദയത്തെ ഉള്ള കുടുംബത്തെ ഈശോ ആശീർവദിക്കുമെന്ന്, ഈശോ അനുഗ്രഹിക്കുമെന്ന് ഈശോ വിശുദ്ധ മർഗരീത്ത മറിയത്തോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു വാഗ്ദാനമാണ്. എൻ്റെ തിരുഹൃദയം എവിടെ പ്രതിഷ്ഠിക്കുന്നുവോ, എൻ്റെ തിരുഹൃദയത്തെ ആര് വണങ്ങുന്നുവോ അവരെ ഞാൻ അനുഗ്രഹിക്കും, ആ സ്ഥലത്തെ ഞാൻ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ടായിരിക്കുന്നത് വളരെ ആവശ്യമാണ്. തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മിൽ വളർത്തുന്നതും ആഴപ്പെടുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെ നമുക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് തിരുഹൃദയ ഭക്തി നമ്മിലുണ്ടായാൽ? ഈശോ 12 വാഗ്ദാനങ്ങൾ വിശുദ്ധ മാർഗരറ്റ് മറിയത്തിന് കൊടുത്തിട്ടുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭാഗമായിട്ട് ഈശോയുടെ തിരുഹൃദയം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന 12 വാഗ്ദാനങ്ങൾ. അതിൽ അവസാനത്തെ വാഗ്ദാനം നാം മറന്നു പോകാൻ പാടില്ലാത്തതാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനവും നാം സ്വന്തമാക്കേണ്ടതും അതുതന്നെയാണ്. എന്താണ്? ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങുകയും ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാത്മാവ്, ഈ തിരുഹൃദയ ഭക്തിയിൽ വളരുന്ന ഒരാത്മാവ് വേണ്ടുന്നതൊക്കെ കിട്ടാതെ ഈ ലോകത്ത് നിന്ന് പോകുകയില്ല. അവൻ്റെ ആഗ്രഹം ഈശോ സാധിച്ചു കൊടുക്കും. മരണസമയത്ത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ കുടുംബത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ അടുത്തുണ്ടാകും, അവൻ്റെ കുടുംബത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുഹൃദയ ഭക്തിയിൽ വളരുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവൻ്റെ മരണസമയമാണ്. ആ മരണസമയത്ത് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല മരണം കിട്ടുന്നു, വേണ്ടുന്നതൊക്കെ സ്വീകരിക്കാനായിട്ട് അവന് സാധിക്കുന്നു, ബോധപൂർവം അവന് ഈശോയുടെ സന്നിധിയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു. ഈ തിരുഹൃദയ ഭക്തി നമ്മിൽ വളരട്ടെ. പണ്ട് കാലം മുതൽ തന്നെ നമ്മുടെ കാർന്നോന്മാരൊക്കെ നമുക്കറിയാം, ആദ്യ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. ആദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ദിവസമാണ്. ആദ്യ ശനിയാഴ്ച എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ദിവസമാണ്. വിശുദ്ധ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആദ്യ വെള്ളിയാഴ്ചയും ആദ്യ ശനിയാഴ്ചയും ആഘോഷിക്കപ്പെടുകയാണ്. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഒരുക്കത്തോടെ ഈ ആദ്യ വെള്ളിയാഴ്ചയും ആദ്യ ശനിയാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് നല്ല മരണം അത് ഉറപ്പാണ്. ഈശോയുടെ സാന്നിധ്യം അത് ഉറപ്പായ ഒരു വാഗ്ദാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിനം നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ ആഴ്ന്നു പുൽകാം. നമ്മുടെ ഹൃദയത്തെ പറിച്ചെടുത്ത് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട്, ഈശോയെ, നിൻ്റെ ഹൃദയത്തിൻ്റെ ചൂടുകൊണ്ട് എൻ്റെ തണുത്തു നിറഞ്ഞ ഹൃദയത്തെ ഒന്ന് ചൂട് പിടിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.